Hey students, welcome to Mathematicos. CBSE Class 10 സ്റ്റുഡൻസിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നത്. സോ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. അക്കോർഡിംഗ് ടു ദ സിലബസ് നമുക്ക് ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. സോ റിയൽ നമ്പേഴ്സിൽ നിന്നാണ് നമ്മളും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ ടേംസ് നമ്മൾ റിവൈസ് ചെയ്തിട്ടാണ് ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ റിവൈസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? നോക്കിക്കേ, 1, 2, 3, 4 എക്സെട്ര. അതായത് നമ്പർ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം നമ്പർ 1, അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഹോൾ നമ്പേഴ്സ്. എന്നതാണ് ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്? സോ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നമ്പർ 0, 1, 2, 3, 4 എക്സെട്ര. അതായത് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, നമ്പർ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേസമയം ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴോ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയും. ഇതും പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാവണം കേട്ടോ. സോ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. എന്ന് വെച്ചാൽ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സ് പ്ലസ് 0 ഉൾപ്പെടെ വരുന്ന നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 0 എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0 എന്ന് പറയുന്നത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാത്തൊരു നമ്പറാണ് അല്ലേ. സോ എലോങ് വിത്ത് ദാറ്റ് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സിനെ ഉൾപ്പെടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ നമ്പർ 2. സോ ഈ 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോൾ നമ്പർ ആണല്ലേ. സോ അതിൻ്റെ സൈൻ എന്തുവാണ്, +2. +2 തന്നെയാണല്ലോ 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റിജറാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഹോൾ നമ്പർ ആൻഡ് ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ. നെക്സ്റ്റ് എക്സാമ്പിൾ -3. ഇപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോൾ നമ്പറാണ്. സോ അതിനൊരു നെഗറ്റീവ് സൈൻ വന്നപ്പോൾ അതെന്തായിട്ട് മാറി, ഒരു നെഗറ്റീവ് ഇൻറ്റിജറായിട്ട് മാറി. ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സും എലോങ് വിത്ത് ദാറ്റ് 0യും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, എന്താണ് ഹോൾ നമ്പേഴ്സ്, എന്താണ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്, ഓക്കെ, ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് p/q ഫോം. p/q ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയെല്ലാം നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് p/q ഫോം. അപ്പോൾ അതായത് നമ്മളൊരു നമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. ബട്ട് എലോങ് വിത്ത് ദാറ്റ് 2 കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് p/q ഫോമിൽ എഴുതാൻ പറ്റണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ്. ഈ pയും qയും എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ q എന്ന് പറയുന്നത് ഒരിക്കലും 0യോട് ഈക്വൽ ആകാനും പാടില്ല. സോ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് p/q ഫോമിൽ നമുക്കൊരു നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം കേട്ടോ. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നമ്പർ 3 എടുക്കുക കേട്ടോ. ഇപ്പോൾ 3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 3/1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ
പിയുടെ പൊസിഷനിൽ കിടക്കുന്നു ആൻഡ് 1 എന്ന് പറയുന്നത് ക്യൂവിൻ്റെ പൊസിഷനിൽ കിടക്കുന്നു അല്ലേ. P/Q ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചേ, ഈ 3 എന്ന് പറയുന്നത് P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിജറാണ്. സോ ആ കണ്ടീഷൻ അവിടെ ഓക്കെയാണ്. സോ Q നോക്കിക്കേ, Q എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 1 ആണ്. സോ 1ഉം ഒരു ഇൻഡിജറാണ്. സോ ആ കണ്ടീഷൻ ഓക്കെയാണ്. ആൻഡ് Q ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഇവിടെ Q എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ക്യൂവിൻ്റെ പൊസിഷനിൽ കിടക്കുന്നത് എന്താണ്, നമ്പർ 1 ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഏതൊരു നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ Pയും Qയും ഇൻഡിജേഴ്സ് ആണ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സിനെ വിളിക്കാൻ പറ്റുന്ന പേരാണ് എന്തെന്ന്, റാഷണൽ നമ്പേഴ്സ്. സോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് എന്നൊക്കെ അല്ലേ. സോ ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് P/Q ഫോം. സോ നോക്കിയാൽ നമ്മൾ മുമ്പ് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആൻഡ് ഇൻഡിജേഴ്സ്, ഇവയൊക്കെ എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അല്ലേ. ഇപ്പം നാച്ചുറൽ നമ്പറിൽ നിന്ന് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിൽ Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സെയിം വേ ഹോൾ നമ്പറിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. അപ്പം ഇൻഡിജേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ. സോ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആൻഡ് ഇൻഡിജേഴ്സ് എല്ലാം എന്താണ്, റാഷണൽ നമ്പേഴ്സിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ. ഇനി റാഷണൽ നമ്പേഴ്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. സോ ഇതിനൊരു പ്രത്യേകത കൂടെ വരുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാം. സോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ശ്രദ്ധിച്ചോളൂ കേട്ടോ, റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റിംഗ് ആവാം, ടെർമിനേറ്റിംഗ് ടേംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ടെർമിനേറ്റിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിങ് ആവാം. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. സോ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ടെർമിനേറ്റിംഗ് ആയിരിക്കാം എന്ന് പറഞ്ഞു. ഒരു റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ടെർമിനേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇപ്പോൾ 6/2 ഇവിടെ നോക്കി, P/Q ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. Pയും Qയും ഇൻഡിജേഴ്സ് ആണ്, Q നോട്ട് ഈക്വൽ ടു 0 ആണല്ലേ. അപ്പോൾ ഈ 6/2 എന്താണ് നമുക്കറിയാം, 3. സോ 6/2 നോക്കി 3 ആണ് ആൻസർ വരുന്നത്. അതായത് അവിടെ നമുക്ക് റിമൈൻഡർ 0 വന്നു, ഇവിടെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടി. സോ ഇത് ടെർമിനേറ്റിംഗ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. എന്താണ്, ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു റാഷണൽ നമ്പർ ആണെന്നുള്ളത് പറയാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഇറ്റ് ക്യാൻ ഓൾസോ ബി നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിങ് എന്ന് പറഞ്ഞു. എന്താണ് ഈ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് എന്ന് പറയുന്നത്? സോ അതിന് നമുക്ക് എക്സാമ്പിൾ കാണാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 13/3 കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, 13/3. സോ 13/3 ഞാനിവിടെ ചെയ്യണേ. സോ 4 3s are 12, റിമൈനിങ് 1 വന്നു, നമ്മളൊരു പോയിൻ്റ് ഇട്ടു, 0, 3 3s are 9, 1 പിന്നെയും 0, പിന്നെയും 3 3 3s are 9. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. 3 എന്നുള്ളത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. സോ ഇതിൻ്റെ ആൻസറിൻ്റെ പോർഷൻ നോക്കിക്കേ, 4.33. 3 എന്നുള്ള നമ്പർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് 2 പ്രത്യേകതകൾ ഇവിടെ കാണാം. ഓക്കെ, അപ്പം ഈ ആൻസറിൻ്റെ പോർഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് വരുന്നത്. 4.333 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ആൻസറിന് ഒരു പെർട്ടിക്കുലർ എൻഡ് വരുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മളതിനെ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ 3 എന്നുള്ളത് അവിടെ എൻഡ് ചെയ്യുന്നേ ഇല്ല. 3 എന്നല്ല, അതിൻ്റെ ആൻസർ അവിടെ എവിടെ എൻഡ് ചെയ്യുന്നേ ഇല്ല. സോ ദാറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. ഇനി റെക്കറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ റെക്കർ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. സോ നോക്കി, സോ ഈ ആൻസറിൻ്റെ പോർഷനിൽ വരുന്ന 4.333 ആ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് റിക്കറിങ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഐദർ ബി ടെർമിനേറ്റിംഗ്, ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിങ്. ഈ ടെർമിനേറ്റിങ്ങിന് നമ്മൾ കണ്ട എക്സാമ്പിളാണ് 6/2 = 3 എന്നുള്ളത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിങ്. സോ അതിന് നമ്മൾ കണ്ട എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത് 13/3. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, റാഷണൽ നമ്പേഴ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ
ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു ആ നമ്പേഴ്സിനെയൊക്കെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ആൻഡ് 2 കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് 0യോട് ഈക്വൽ ആകാനും പാടില്ല. ആൻഡ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആസ് വെൽ ആസ് ഇൻഡിജേഴ്സ് ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? റാഷണൽ നമ്പേഴ്സിനകത്ത് ഉൾപ്പെടുന്നു. ആൻഡ് അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആവാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിങ് ആയിരിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഈ റാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? സോ ഈ റാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഇറാഷണൽ നമ്പേഴ്സ്. സോ നെക്സ്റ്റ് നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് കാണാം കേട്ടോ. ഇറാഷണൽ നമ്പേഴ്സ് വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ റാഷണൽ നമ്പേഴ്സ്. ഇപ്പം റാഷണൽ നമ്പേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു ആ നമ്പേഴ്സിനൊക്കെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അല്ലേ? സോ വാട്ട് ആർ ദീസ് ഇറാഷണൽ നമ്പേഴ്സ്? ദ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് P/Q ഫോം. നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് P/Q ഫോം. P/Q ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. സോ കണ്ടീഷൻസ് എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം, ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കേസസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് P/Q ഫോമിൽ ആ പെർട്ടിക്കുലർ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പം നമുക്ക് √2, √3 അതൊക്കെ അറിയാം അല്ലേ? ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും. സോ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് √3. സോ നോക്കിയേ, ഈ √3നെ നമുക്ക് √3/1 എന്ന് എഴുതാം. ബട്ട് നമ്മൾ പഠിച്ച കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ്? പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം അല്ലേ? സോ ഈ √3 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ വരുന്നത് 1.73205 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. സോ ഇതൊരു ഇൻഡിജർ ആണോ? നെവർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം എന്ന് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലേ? അതേസമയത്ത് ഇവിടെ പിൻ്റെ പൊസിഷനിൽ എന്താണ്? √3 ആണ് എടുക്കുന്നത്. ഈ √3യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1.73205 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ദാറ്റ് മീൻസ് അതൊരു ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊരിക്കലും നമുക്കൊരു ഇൻഡിജർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. P/Q ഫോമിൽ നമുക്ക് നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ദേ ആർ നോൺ ആസ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ റാഷണൽ നമ്പേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? അതൊന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കാം അല്ലേ? ഓക്കെ, റാഷണൽ നമ്പേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ അത് ടെർമിനേറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിംഗ് ആയിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗും ആയിരിക്കും, അതുപോലെ തന്നെ നോൺ റെക്കറിങ്ങും ആയിരിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോക്കിക്കേ, ഈ √3 അല്ലേ? √3ൻ്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞേ? 1.73205. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് അതിനൊരു എൻഡ് വരുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആണെന്നുള്ളത് പറയാം. ആൻഡ് അഗെയിൻ നോൺ റെക്കറിങ് ആണ് എന്ന് വെച്ചാൽ നോൺ റിപ്പീറ്റിംഗ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും നമ്പേഴ്സ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് നോൺ റെക്കറിങ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ റെക്കറിങ്ങും ആയിരിക്കും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തെന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞേ? റിയൽ നമ്പേഴ്സ് എന്നാണ് അല്ലേ? എന്തെന്നാണ്? റിയൽ നമ്പേഴ്സ്. സോ ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് എന്തൊക്കെ വരുന്നു എന്നറിയോ? ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മളിപ്പോൾ പഠിച്ച റാഷണൽ നമ്പേഴ്സ് ആസ് വെൽ ആസ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സും എല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ അകത്ത് നമ്മൾ വേറെ എന്തൊക്കെയോ പഠിച്ചല്ലോ ഇൻട്രൊഡക്ഷനിൽ. എന്തൊക്കെയായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ്,
ഹോൾ നമ്പേഴ്സ് ആൻഡ് ഇൻഡിജേഴ്സ്. ഓക്കെ, സോ ഇതിൻ്റെ ഈ സ്ട്രക്ചർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് റാഷണൽ നമ്പേഴ്സും വരും, ഇറാഷണൽ നമ്പേഴ്സും വരും. ആൻഡ് ഈ റാഷണൽ നമ്പേഴ്സിനകത്ത് വരുന്നത് തന്നെയാണ് എന്തൊക്കെ, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആൻഡ് ഇൻഡിജേഴ്സ്. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ P/Q ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതും, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സുമാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് ഈവൻ നമ്പേഴ്സ്. ചെറിയ ക്ലാസ്സസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. ഈവൻ നമ്പേഴ്സ് എന്താണ്? ഈ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് 0, 2, 4, 6, 8 എക്സെട്ര. നോക്കിക്കേ, ഇപ്പോൾ 0 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? 0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? 0. ദെൻ 2 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 1. ഓക്കെ, അപ്പോൾ അതും 2 കൊണ്ട് ഡിവിസിബിൾ ആണല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 2/2 ഈസ് ഈക്വൽ ടു 1, 4/2 ഈസ് ഈക്വൽ ടു എന്താണ്? 2. ഇവിടെ എല്ലാം നമുക്ക് റിമൈൻഡേഴ്സ് എന്താണ്? 0 ആയിട്ടാണ് വരുന്നത് അല്ലേ. അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനൊക്കെ നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള മറ്റൊരു നമ്പറാണ് എന്ത്? ഓഡ് നമ്പേഴ്സ്. എന്താണ് ഈ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? അതായത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, 1, 3, 5, 7, 9 എക്സെട്ര. സോ ഈ പറയുന്ന നമ്പേഴ്സ് ഒന്നും എന്താണ്? 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതായത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ, 2 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, സോ ഈവൻ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് നമ്പറാണ് പ്രൈം നമ്പർ. സോ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേം കൂടെയാണ് കേട്ടോ, പ്രൈം നമ്പർ. എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിന് ആകെ 2 ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ഒന്ന് ആ നമ്പറും പിന്നെ നമ്പർ 1ഉം. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്പർ 2 കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ആകെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. 1ഉം ആൻഡ് ആ നമ്പർ തന്നെ, അതായത് നമ്പർ 2ഉം. സോ ഇനി ഞാൻ നമ്പർ 3 കൺസിഡർ ചെയ്യാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഓൺലി 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? 1ഉം ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, 1ഉം അതുപോലെ തന്നെ 3ഉം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറും 1ഉം അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ആ നമ്പറിന് വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് ഈ പ്രൈം നമ്പറിന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, പ്രൈം നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഏതൊക്കെ വരും? 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1ഉം ആ നമ്പറും അല്ലാണ്ട് അതിന് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ അതിന് നേരെ ഓപ്പോസിങ് ആയിട്ട് നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. കോമ്പോസിറ്റ് നമ്പേഴ്സ്. സോ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഒന്നല്ല 2-ലധികം ഫാക്ടേഴ്സ് വരുന്ന, മോർ ദാൻ 2 ഫാക്ടേഴ്സ്, 2-ലധികം ഫാക്ടേഴ്സ് വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാമല്ലോ. എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്പർ 6 കൺസിഡർ ചെയ്യണമല്ലേ. സോ ഈ 6ന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 6 ഉണ്ട്, ദെൻ 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അതായത് 2-ലധികം ഫാക്ടേഴ്സ് ഈ നമ്പർ 6ന് വരുന്നുണ്ട്. അപ്പോൾ 2-ലധികം ഫാക്ടേഴ്സ് വരുന്ന നമ്പറിനെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? കോമ്പോസിറ്റ് നമ്പേഴ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ? സോ ഇതാണ് എന്തൊക്കെ? പ്രൈം നമ്പറും അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പറും. പ്രൈം നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന് ഫാക്ടേഴ്സായിട്ട്, പ്രൈം നമ്പറിന് ഫാക്ടേഴ്സായിട്ട് 1ഉം ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നു. അതേ സമയത്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ്? ആ നമ്പറിന്
രണ്ടിലധികം ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ അതിന് നമ്മൾ കണ്ട എക്സാമ്പിളാണ് നമ്പർ 6 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്പർ 6ന് 1, 6, 2, 3 അങ്ങനെ രണ്ടിലധികം ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിട്ടുണ്ട്. എന്താണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് കണ്ടു, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് കണ്ടു, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ഒരു കോണ്ടന്റ് ആണ് ഇത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ.